السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. റഹമുറാഹിമായ അള്ളാഹു നല്ല കാര്യങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനും ചീത്ത കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ആ പരിശുദ്ധമായ വിശ്വാസത്തെ അള്ളാഹു സംരക്ഷിച്ചതിനെ കുറിച്ചും അവരുടെ എതിരാളികൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കിയതിനെ പറ്റിയുമാണ് നാം പറഞ്ഞു വന്നത്. അതുകൊണ്ട് അള്ളാഹു പരിഗണിച്ചവരുടെ വിജയം, അള്ളാഹു അവഗണിച്ചവരുടെ പരാജയം, ഇതാണ് നമ്മെ ഈ സംഭവം ഇതുവരെ ബോധ്യപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിശ്വാസികളിൽ നിന്ന് പ്രമുഖരായ ആൾക്കാർ പലപ്പോഴും നബിയുടെ അടുക്കൽ വരാറുണ്ട്. എന്നിട്ട് അവര് ഈ പറയുന്നതൊക്കെ കേൾക്കും, എന്നിട്ട് തിരിച്ചു പോകും, എന്നിട്ട് അതുപയോഗിച്ച് ആക്ഷേപിക്കും. ഇങ്ങനെ പതിവാക്കിയ ചിലരുണ്ട്. വേറെ ചില ആൾക്കാർ നടപ്പാക്കാൻ പറ്റാത്ത ചില കരാറുകൾ, ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ട് പിണങ്ങിപ്പോകുന്നവരുണ്ട്. ഒരിക്കൽ നബിയുടെ അടുക്കലേക്ക് അവിശ്വാസികളിൽപ്പെട്ട ചില ആൾക്കാർ വന്നു. അവര് അവിടുത്തെ എണ്ണപ്പെട്ട ആൾക്കാരായിരുന്നു, ചെറിയവരല്ല. അവർ വന്നിട്ട് നബിയോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളുള്ള സമയത്ത് ഇവിടുത്തെ ഈ പാവങ്ങളെ നിന്റെ സദസ്സിൽ കാണാൻ പാടില്ല. അമ്മാർ, ബിലാൽ, യാസിർ തുടങ്ങിയ സുഫത്തിന്റെ അഹ്ലുകാരുണ്ട്. അവർ 700-ലധികം ആൾക്കാരുണ്ടായിരുന്നു. മദീനത്തെ പള്ളിയിലെ മുത്തഅല്ലിമുകൾ എന്ന് പറയാം. അവര് പാവങ്ങളാണ്, വളരെ സാധുത്തരം കൂടുതലുള്ളവരാണ്. അങ്ങനെയുള്ള ആ മിസ്കീന് ഫക്കീറുകളെ ഞങ്ങളുടെ പരിസരത്ത് കണ്ടുപോകാൻ പാടില്ല. അവരെ മാറ്റി നിർത്തിയാലേ ഞങ്ങൾക്ക് നിന്റെ ഈ ദീനിനെ കേൾക്കാനും അത് കൈക്കൊള്ളാനും സാധിക്കൂ എന്ന് അവരുടെ കൂട്ടത്തിലെ, അവിശ്വാസികളുടെ കൂട്ടത്തിലെ ഉയൈനത്ത് ഇബ്നു ഹുസ്ൻ അതുപോലുള്ള ആളുകൾ വന്നിട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ റസൂലുള്ള ഇവരുടെ വിശ്വാസത്തിലും നല്ല താല്പര്യനാണല്ലോ. ഇവര് വന്നാൽ പല ആൾക്കാരും ദീനിലേക്ക് വരാൻ കാരണമാവും. അതുകൊണ്ട് ഈ ഫുഖറ ആയ മിസ്കീനായ സ്വഹാബിമാരെ കുറച്ച് മാറ്റി നിർത്തിയാലോ എന്നൊരാലോചന ആർക്കും ഉണ്ടാവുമല്ലോ. അത് വന്നതേയുള്ളൂ. ഉടനെ അള്ളാഹുവിന്റെ ഓർഡർ വന്നു. അതാണ് ഇനി പറയുന്നത്. വസ്ബിർ നഫ്സക, തങ്ങളുടെ നഫ്സിനെ തങ്ങൾ അടക്കി നിർത്തണം, ഒതുക്കി നിർത്തണം. മഅല്ലദീന, ഒരു വിഭാഗത്തോടുകൂടെ. എങ്ങനെയുള്ള വിഭാഗമാകുന്നു? യദ്ഊന റബ്ബഹും, റബ്ബിനെ അവർ ഇബാദത്ത് ചെയ്യും. ബിൽ ഗദാത്തി, പ്രഭാതത്തിൽ, വൽ അശി, വൈകുന്നേര സമയത്തും. രാവിലെയും വൈകുന്നേരവും എന്ന് വെച്ചാൽ മുഴു സമയം എന്നർത്ഥം. ഒരു കാര്യത്തിന്റെ രണ്ടറ്റം പറഞ്ഞിട്ട് മുഴുവൻ ഉദ്ദേശിക്കലുണ്ട് ആ പ്രയോഗം. ഏത് നേരത്തും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന ചിന്തയിലാണുള്ളത്. അത് നിർവഹിക്കലാണ് അവരുടെ പണിയുള്ളത്. അങ്ങനെയുള്ള വിഭാഗത്തോടു കൂടെ തങ്ങളുടെ നഫ്സിനെ ക്ഷമിപ്പിച്ചു നിർത്തണം. യുരീദൂന, അവർ ഉദ്ദേശിക്കുന്നു, വജ്ഹഹു, അള്ളാഹുവിന്റെ വജ്ഹിനെ, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള അവന്റെ കരുണയെ, തിരുനോട്ടത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു താല്പര്യവും അവർക്കില്ല. ഭൗതികമായ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ ഈ ബുദ്ധിമുട്ടി ജീവിക്കുന്നത്. അങ്ങനെയുള്ള വിഭാഗത്തോടു കൂടെ തങ്ങളുടെ നഫ്സിനെ നിർത്തണം, ഒതുക്കി നിർത്തണം.
എന്നല്ലാതെ വലാ തഅദു ഐനാക്ക തങ്ങളുടെ കണ്ണ് വിട്ടുകടക്കാൻ പാടില്ല, അൻഹും അവരെയും വിട്ട്, അവരിൽ നിന്ന് വിട്ടിട്ട് മറ്റൊരുത്തരിലേക്ക് കടക്കുക, അത് പാടില്ല. തുരീദു തങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സീനത്തൽ ഹയാത്തി ദുന്യ ഇഹലോക ജീവിതത്തിന്റെ അഴകിനെ, അവര് വന്നാൽ വളരെ സൗകര്യമാണല്ലോ, അത് അങ്ങനെ ഉദ്ദേശിക്കുന്നവരാണ് അവര്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങൾ ഇവരിൽ നിന്ന് കണ്ണ് പറിച്ച് മറ്റവരിലേക്ക് നടരുത്. വലാ തുത്യ നബിയെ തങ്ങൾ അനുസരിക്കരുത്. മൻ അഗ്ഫൽന ഖൽബുഹു ഖൽബിനെ നാം അശ്രദ്ധയിലാക്കിയ വിഭാഗമാണ് അൽ ദിക്രിന നമ്മുടെ ഖുർആനിനെ തൊട്ട്. ഈ ഖുർആനിൽ യാതൊരു ചിന്തയില്ലാത്തവർ, എപ്പോഴും ഇതിനെ എതിർക്കണം, ഇതിനെ പരാജയപ്പെടുത്തണം എന്ന ചിന്തയിലായിട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് ഈ പറയപ്പെട്ട ആൾക്കാർ. അവരുടെ ഹൃദയത്തിന് നാം അശ്രദ്ധയാണ് നൽകിയിട്ടുള്ളത്, ശ്രദ്ധ നൽകിയിട്ടില്ല, ഖുർആനിനെ കുറിച്ച് അവർക്ക് ശ്രദ്ധ നൽകിയിട്ടില്ല. അങ്ങനെയുള്ള വിഭാഗത്തിന് തങ്ങൾ ഒരിക്കലും അനുസരിക്കരുത്. അങ്ങനെ അവർക്ക് അശ്രദ്ധ നൽകിയെന്ന് മാത്രമല്ല, വത്തബ അവർ തുടരുകയും ചെയ്തു, ഹവാഹു അവരുടെ തന്നിഷ്ടത്തിന്, വക്കാന അമ്രുഹു അവരുടെ കാര്യമായിരിക്കുന്നു, ഫുറുത്തൻ അതിരുവിട്ടതായിരിക്കുന്നു, ആവശ്യപ്പെടാൻ പാടില്ലാത്തതാണ് ആവശ്യപ്പെടുന്നത്. എനിക്കിവിടെ വരണമെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ മാറണം എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അഹങ്കാരല്ലേ. ഇങ്ങനെ അതിരുവിട്ട ആവശ്യങ്ങളാണ് അവർക്കുള്ളത്. അവരാണെങ്കിൽ അവരുടെ തടീച്ചയോട് പിന്തുടരുന്നവരാണ്. പരിശുദ്ധമായ ഖുർആനിനെ തൊട്ട് അവരുടെ ഹൃദയത്തിന് അശ്രദ്ധയാണുള്ളത്. ഇങ്ങനെയുള്ള വിഭാഗത്തിന് ഒരിക്കലും അനുസരിച്ചുകൊണ്ട് ഈ ഫുഖറാ മിസ്കീനിനെ മാറ്റി നിർത്തുകയോ അവരിൽ നിന്ന് തങ്ങളുടെ കണ്ണിനെ തങ്ങൾ എടുത്തു മാറ്റുകയോ ചെയ്യരുത്. മറിച്ച് ആ സാധുക്കളോട് കൂടെ തങ്ങൾ ജീവിക്കണം. അവരുടെ കൂടെ തന്നെ തങ്ങളുടെ നഫ്സിനെ തങ്ങൾ ക്ഷമിപ്പിച്ചു നിർത്തുകയും വേണം. അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യം അള്ളാഹു പരിഗണിച്ചു. സാധു ജനങ്ങളുടെ കാര്യമാണ് പരിഗണിച്ചത്. ഇതേ ക്രമത്തിൽ ഇവിടെ തങ്ങളും പരിഗണിക്കണം എന്നർത്ഥം. وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشفي الوجوه بئس الشراب وساءت مرتفقا. വഖുൽ നബിയെ തങ്ങൾ പറയുകയും ചെയ്യൂ, ഞാൻ ഈ ഓതുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് അൽ ഹഖു അത് യാഥാർത്ഥ്യമാകുന്നു, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള യാഥാർത്ഥ്യമാകുന്നു ഇത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ആരും പിന്തിരിയരുത്. നിങ്ങൾ പിന്തിരിയുമെന്ന് വെച്ചിട്ട് ഇതിലേക്ക് കടന്നു വന്ന ആൾക്കാരെ ഞാൻ അവഗണിക്കുകയില്ല. ഫമൻ ശാഅ ഫൽയുമിൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർക്ക് വിശ്വസിക്കാം. വമൻ ശാഅ ഉദ്ദേശിക്കുന്നവർ ഫൽ യക്ഫുർ അവർക്ക് അവിശ്വസിക്കാം. ഇവിടെ യാതൊരു നിർബന്ധവുമില്ല. അവനവന്റെ ആവശ്യമായിട്ട് കടന്നു വരികയാണെങ്കിലേ വേണ്ടൂ, മറ്റാർക്ക് വേണ്ടിയിട്ടും ഇങ്ങോട്ട് കടന്നു വരേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന നടക്കാത്ത ആവശ്യങ്ങൾ അതിവിടെ നടത്തിത്തരാൻ സാധ്യമല്ല. ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു, ഇന്ന ആഴ്ത്തതിന തീർച്ചയായും ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ലിൽവാലിമീന അക്രമികളായ വിഭാഗത്തിന് നാറൻ നരകത്തെയാണ് തയ്യാർ ചെയ്തിട്ടുള്ളത്. അക്രമികൾക്ക്, ക്രമം തെറ്റി ജീവിക്കുന്നവർക്ക് അള്ളാഹു നരകവാസമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ നരകത്തിന്റെ ചുരുങ്ങിയ രൂപം കേൾക്കണോ? അഹാത്വ ബിഹിമ നരകനിവാസികളെ വലയം ചെയ്തിരിക്കുന്നു. സുറാദിഖുഹ ആ നരകത്തിന്റെ ചുറ്റുഭാഗത്തുള്ള മതിൽ ഒരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ അവിടെ പന്തലിട്ടുകൊണ്ട് അവരെ അതിൻ്റെ ഉള്ളിൽ കുടുക്കിയിരിക്കുകയാണ്. ഒരിക്കലും പുറത്തു നിന്നുള്ള ഒരു വായു, ഒരു സുഖം അവർക്ക് ലഭിക്കുകയില്ല. അഹാത്വ ബിഹിം സുറാദിഖുഹ അതിൻ്റെ പന്തൽ അല്ലെങ്കിൽ അതിൻ്റെ മതിൽ അവരെ വലയം ചെയ്തിരിക്കുന്നു. എന്നിട്ടോ ദാഹിച്ച അവശരായിട്ട് അവരിങ്ങനെ വിഷമിക്കും. എന്നിട്ടോ വൈ യസ്തഗീസു അവർ സഹായം തേടിയാൽ യുവാസു അവർക്ക് സഹായം നൽകപ്പെടും. ബിമാ ഒരു വെള്ളം കൊണ്ട്, കൽ മുഹിലി ആ വെള്ളം ലോഹമുരുക്കിയിട്ട് അതിനെ തിളപ്പിച്ചതുപോലെയുള്ള വെള്ളമാകുന്നു. അതായത് ഈ ലോകത്തെ ഏറ്റവും കഠിനമുള്ള ചൂടിനെ പറ്റി എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും? അതിൽ നിന്ന് പരമാവധി പറ്റുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെ ചിന്തിച്ചാലും അതിൻ്റെ അപ്പുറമാണ് നരകത്തിന്റെ ശിക്ഷയുടെ കാഠിന്യം. കൽ മുഹിലി
ലോഹത്തെ ഉരുക്കി അതിനെ കഠിനമായി ചൂടാക്കിയതുപോലെയുള്ള ആ വെള്ളം കൊണ്ടാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുക. എന്നിട്ടോ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് അതവർ വലിച്ചു കുടിക്കും. പറഞ്ഞല്ലോ ഫശാരിബൂന ഷുറുബൽ ഹീമെന്ന്. കുറെ ദിവസം വെള്ളം കിട്ടാതെ ആകെ അങ്കലാപ്പിലായ ഒട്ടകം വെള്ളം കണ്ടാൽ അതിനുണ്ടൊരു വലിച്ചു കുടിക്കൽ. അത് വല്ലാത്തൊരു കുടിക്കല. ഭൂമി ഇങ്ങനെ കുലുങ്ങിപ്പോവും. ആ നിലക്കുള്ള കുടിക്കൽ അവര് ഈ വെള്ളത്തെ കുടിക്കുമെങ്കിൽ ആ ദാഹത്തിന്റെ ശക്തി എത്രയായിരിക്കും. യശ്വിൽ വുജൂഹ, മുഖത്തെ അത് വേവിച്ച് കളയും. മുഖത്തോട് ആ വെള്ളത്തെ അടുപ്പിക്കുമ്പോൾ മുഖം ഉരുകുന്നു, ആ മുഖം ഇങ്ങനെ ഉതിർന്നു വീഴുന്നു. ആണല്ലോ ബീസഷറാബു, ഈ വെള്ളത്തിന്റെ വർഗം വളരെ വളരെ ചീത്ത. ഇതിനേക്കാൾ മോശമായൊരു വെള്ളം ഒരിക്കലും ഒരാളും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടാവില്ല, അത്ര മോശമാകുന്നു. വസാഅത്ത്, ആ നരകം വളരെ ചീത്തയാകുന്നു. മുർത്തഫക്ക, സൗകര്യങ്ങളാൽ ഏറ്റവും ചീത്തയായ സൗകര്യമാണ് അവിടെ ഉള്ളത്. ഒരു സൗകര്യവുമില്ല, ദുരിതം മാത്രമേ അവിടെയുള്ളൂ. യാതൊരുവിധ സന്തോഷമോ ഒരു പുഞ്ചിരിയോ ഇല്ലാത്ത ഭവനമാകുന്നു. അതുകൊണ്ട് അതിൽ പെട്ടുപോകണ്ട എന്ന് അവനവന് ആവശ്യമുണ്ടെങ്കിൽ അവൻ വിശ്വസിച്ചു കൊള്ളട്ടെ. അതല്ല, ഇതൊന്നും കേൾക്കാൻ തയ്യാറില്ലെങ്കിലോ അവൻ അവിശ്വസിച്ചു കൊള്ളട്ടെ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഇന്നല്ലദീന എന്നാൽ ഒരു വിഭാഗം. എങ്ങനെയുള്ള വിഭാഗമാകുന്നു? ആമനു, അവർ വിശ്വസിച്ചു, അമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്തി, നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള വിഭാഗം നല്ല വിശ്വാസമായിരിക്കണം, അടിയുറച്ച വിശ്വാസമാകണം. എന്നിട്ടോ അവർ നല്ല അമല് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്ത വിഭാഗം ഇന്ന, അള്ളാഹു പറയുന്നു, തീർച്ചയായും ഞാൻ ലാ നുളിഉ, ഒരിക്കലും നാം പാഴാക്കുകയില്ല, അജ്റമൻ അഹ്സന അമല, ഇവർ അമലിനെ വളരെ മെച്ചപ്പെടുത്തിയവരാണ് ഇവർ. കാരണം അതിന് വേണ്ടതൊക്കെ ഒരുക്കി, നല്ല വിശ്വാസം ആദ്യം ഉണ്ടാക്കി, അതിന് ശേഷം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. ഇവർ അമലിനെ ഏറ്റവും മെച്ചമാക്കിയവരാണ്. അങ്ങനെ അമലിനെ മെച്ചപ്പെടുത്തിയ വിഭാഗത്തിനുള്ള പ്രതിഫലത്തെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തുകയില്ല. അവർക്ക് നൽകാനുള്ള പ്രതിഫലം അവർക്ക് നൽകുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുളറൻ മിൻ സുന്ദുസ് وإستبرق مستكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. ഉലായിക്ക, അങ്ങനെയുള്ള വിഭാഗം. എങ്ങനെയുള്ള വിഭാഗം? ഉറച്ച വിശ്വാസം, ഇളകാത്ത ഈമാൻ അവർക്കുണ്ട്. എന്നിട്ട് അതിൻ്റെ മേൽ പടുത്തുയർത്തപ്പെട്ട സ്വാലിഹായ അമലുകൾ. ഇവരാണ് ഇഹ്സാനിന്റെ ആളുകൾ, മുഹ്സിനുകൾ. ഉലായിക്ക, ഈ പറയപ്പെട്ട ഗുണവിശേഷണമുള്ളവർ, ലഹും, അവർക്കുണ്ട്, ജന്നാത്തു അദ്നിൻ, ശാശ്വതമായ ഭവനത്തിന്റെ, ജീവിതത്തിന്റെ സ്വർഗമുണ്ട്. തജ്രി മിൻ തഹ്തിഹിം, അവരുടെ താഴ്വരയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അൽ അൻഹാറു, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അരുവികൾ കാണുമ്പോൾ തന്നെ സുഖമല്ലേ? നേരത്തെ പറഞ്ഞ ദുരിതത്തെക്കുറിച്ച് ഓർത്തിട്ട് ഈ അരുവിയിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ, വല്ലാത്ത സുഖമാണ്. മാത്രമല്ല യുഹല്ലൗന, അവർക്ക് ധരിപ്പിക്കപ്പെടും, ഫീഹ, സ്വർഗത്തിൽ, മിൻ അസാബിറ മിൻ ദഹബിൻ, കനകത്തിനാലുള്ള വളകളെ, കനകവളകളെ അവർക്ക് ധരിപ്പിക്കപ്പെടും. ഭംഗിയിൽ ഇനി ഒന്നും ബാക്കിയുണ്ടാകില്ല. ആ നിലക്ക് അവർക്ക് സ്വർണവളകളെ ധരിപ്പിക്കപ്പെടും. വയൽബസൂന, അവർ ധരിക്കുകയും ചെയ്യും, സിയാബൻ, ചില വസ്ത്രങ്ങളെ, ഖുളറൻ, പച്ചവർണ്ണത്തിലുള്ളതായ വസ്ത്രങ്ങളെ, മിൻ സുന്ദുസിൻ, അത് മിനുസമുള്ള പട്ടിനാലാകുന്നു, വൈസ്തബറക്കിൻ, ഉരമുള്ള പട്ടിനാലുമാകുന്നു. പട്ടുകളുടെ വിവിധ ഇനങ്ങൾ അവർക്ക് ധരിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഈ ലോകത്ത് പുരുഷന്മാർ സ്വർണമോ പട്ടോ ധരിക്കരുത്. അത് ധരിച്ചവർക്ക് ഇത് ലഭിക്കില്ല. മുത്തക്കീന, അവരിങ്ങനെ ചാരിയിരിക്കുന്നു, ഫീഹ, സ്വർഗത്തിൽ, അലല്ലറായിക്ക്, അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തതായ ആ അലങ്കരിച്ചതായ കട്ടിലുകളുടെ മേൽ, രാജസിംഹാസനം എന്നൊക്കെ പറയുന്ന പുതുമാരന് വേണ്ടിയിട്ട് മണിയറയിൽ ഒരുക്കുന്ന ഏറ്റവും ഭംഗിയുള്ള
എന്നൊക്കെയല്ലേ ഈ ലോകത്തെ കട്ടിലിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. അറായിക്കിന്റെ മേൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അലങ്കാര കട്ടിലുകളുടെ മേൽ അവരിങ്ങനെ ചാരിയിരിക്കും. നിഅമ ഈ ലഭിച്ച പ്രതിഫലം എത്രയോ മെച്ചം. നേരത്തെ പറഞ്ഞതുപോലെയല്ല. ഹസുനത്ത് അത് മെച്ചപ്പെട്ടതായിരിക്കുന്നു. മുർത്തഫക്കൻ സൗകര്യത്തിനാൽ. ഇത്രയും സൗകര്യം മനസ്സിൽ ഒതുങ്ങുന്നതല്ല, അത്ര കൂടുതൽ സൗകര്യമാണ് അവർക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു മജഅൽനാ മിൻഹും. മക്കയിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവര് ബനു മഖ്സൂം വംശത്തിൽപ്പെട്ടവരായിരുന്നു. ഒരാളുടെ പേര് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസ്വദ്. ഇദ്ദേഹം മോമിനായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരനുണ്ട്, അയാളുടെ പേര് അസ്വദ് ബിൻ അബ്ദുൽ അസ്വദ് എന്നാണ്. രണ്ടാളുടെയും പിതാവ് അബ്ദുൽ അസ്വദ്. അയാളോ കാഫിറാണ്, അവിശ്വാസിയുമാണ്. ഇവർ രണ്ടുപേരും എതിരായ 2 ദിശയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു ഉപമ പറഞ്ഞു കൊടുക്കുന്നു. അത് ബനു ഇസ്രായേലിൽ ജീവിച്ചു പോയ 2 സഹോദരന്മാരെ പറ്റിയാണ്. അതിൽ ഒരാൾ മുഅ്മിനായിരുന്നു, ഇതേപോലെ തന്നെ. അയാളുടെ പേര് യഹൂദ എന്നായിരുന്നു. ഇത് യൂസുഫ് നബിയുടെ സഹോദരനായ ആ യഹൂദയല്ല, യഹൂദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. മറ്റാൾ അവിശ്വാസിയായിരുന്നു ബനു ഇസ്രായേലിൽ. അയാളുടെ പേര് ഖബ്തൂസ് എന്നായിരുന്നു. ഖബ്തൂസ്. ഈ 2 പേരെ പറ്റി സൂറത്തു സാഫാത്തിൽ നാം അന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം? ഇവരുടെ ചരിത്രം പറയുകയാണെങ്കിൽ അത്താഉൽ ഖുറാസാനി എന്നിവർ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2 കൂട്ടുകാർ, അവർക്ക് 8000 ദീനാർ സമ്പത്തുണ്ടായിരുന്നു. അവർ 2 പേരും 2 സഹോദരന്മാർ അവരുടെ പിതാവിൽ നിന്ന് അനന്തരമെടുത്തതാണ് 8000 ദീനാർ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവർ 2 പേരും അത് ഓഹരി ചെയ്തു. അപ്പോൾ ഒരാൾക്ക് 4000 വീതം ഉണ്ടാവും. അതിൽ നിന്നുള്ള ഒരാൾ ഒരു ഭൂമി വാങ്ങി 1000 ദീനാറിന് പകരത്തിൽ. അത് അവിശ്വാസിയായ മനുഷ്യൻ. അന്നേരം വിശ്വാസിയായ മനുഷ്യൻ ചെയ്തത്, അള്ളാഹുവെ, ഇയാള് 1000 ദീനാറിന് ഇവിടെ സുഖമായിട്ട് വസിക്കാൻ ഒരു ഭൂമി വാങ്ങിയിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് 1000 നിന്റെ മാർഗത്തിൽ ഇതാ ദാനം ചെയ്യുന്നു, സ്വതക്ക ചെയ്യുന്നു. സ്വർഗലോകത്തിൽ എനിക്കൊരു ഭൂമി നൽകണേ. അയാൾ 1000 നല്ല വഴിക്ക് ചെലവഴിച്ചു. അവിശ്വാസിയായ മനുഷ്യൻ 1000 ചെലവഴിച്ചുകൊണ്ട് ഒരു വീടുണ്ടാക്കി, ഉന്നതമായ വീട്. അന്നേരം ഇദ്ദേഹം ചെയ്തത്, തൻ്റെ മനസ്സിനും ആ ഭാഗത്തേക്ക് ഒരു ചായ്വുണ്ടാകുമല്ലോ, താൻ ആ ഭാഗത്തേക്ക് ചായാതെ താൻ ചെയ്തത്, അള്ളാഹുവെ, ഞാനിതാ ഈ വീടുണ്ടാക്കേണ്ട 1000 പകരത്തിൽ നിന്റെ സ്വർഗലോകത്തെ ഒരു വീട് ബുക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1000 സ്വതക്ക ചെയ്തു നല്ല മാർഗത്തിൽ. അവിശ്വാസിയായ മനുഷ്യൻ 1000 എടുത്തുകൊണ്ട് ഒരു കല്യാണം കഴിച്ചു. അന്നേരം ഇദ്ദേഹം ചെയ്തത്, പടച്ചവനെ, ഞാൻ നിന്റെ സ്വർഗലോകത്തെ അനുഗ്രഹമാണ് തേടുന്നത്, എനിക്ക് അവിടെ നല്ലൊരു ഇണയെ തരണേ എന്ന നിയ്യത്തോടുകൂടെ അയാൾ 1000 ദാനം ചെയ്തു. അവിശ്വാസിയായ സഹോദരൻ 1000 ചെലവഴിച്ചിട്ട് കുറെ അടിമകളെയും വീട്ടിലെ ഉപയോഗ വസ്തുക്കളെയും ആഡംബര വസ്തുക്കളെയും ഒക്കെ വാങ്ങിയപ്പോൾ ഇദ്ദേഹം തൻ്റെ കയ്യിൽ ബാക്കിയുള്ള 1000 കൊണ്ട് സ്വർഗലോകത്തിൽ എനിക്ക് സേവകര് വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് സൗകര്യ വസ്തുക്കൾ വേണം എന്ന തീരുമാനത്തിൽ അതിന് വേണ്ടിയിട്ട് 1000 ദാനം ചെയ്തു. ഇങ്ങനൊരു സഹോദരൻ, ഇങ്ങനെ 2 സഹോദരന്മാർ. പിന്നീട് എല്ലാം ദാനം ചെയ്ത ഈ സഹോദരന് അതിശക്തമായ ദാരിദ്ര്യം അനുഭവപ്പെട്ടു. അള്ളാഹു ഈ ലോകത്ത് ചിലപ്പോൾ ദാരിദ്ര്യം നൽകിയിട്ടായിരിക്കും പരീക്ഷിക്കൽ, മറ്റു ചിലപ്പോൾ എല്ലാ സൗകര്യം നൽകിയിട്ടായിരിക്കും. ഇദ്ദേഹത്തിന് അള്ളാഹു ദാരിദ്ര്യം നൽകി. എന്നിട്ടോ ഇദ്ദേഹം തൽക്കാലം തൻ്റെ ആവശ്യത്തിന് തൻ്റെ സഹോദരൻ സഹായിക്കും. അയാൾ ഭൗതികമായിട്ട് ഉയർന്ന ആളാണല്ലോ, അള്ളാഹു അയാളെ സൗകര്യം നൽകിയിട്ടാണ് പരീക്ഷിച്ചിട്ടുള്ളത്. ഇദ്ദേഹം തീരുമാനിച്ചു, ഞാൻ എൻ്റെ സഹോദരനൊന്ന് സമീപിക്കാം. അയാൾ എനിക്ക് ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുമല്ലോ, അത് നൽകും എന്ന് വെച്ചിട്ട് അദ്ദേഹം വരുന്ന വഴിവക്കിലിരുന്നു. വരുമ്പോൾ കാണും ആ നിലയ്ക്ക്.
അങ്ങനെ അദ്ദേഹം തൻ്റെ ഖാദിമുകളോടുകൂടെ അടിമകളോടുകൂടെ ഇതിലൂടെ ഇങ്ങനെ വന്നു. ഇവിടെ എത്തി ഇയാളെ കണ്ടു. ഇദ്ദേഹത്തെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. നീ ഇന്നാളല്ലേ? അതെ, ഞാൻ ഇന്നാളാണ്. എന്താ എൻ്റെ വർത്താനം? എനിക്ക് വർത്താനം സുഖാണ്. ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇന്നതാണ് ആവശ്യം. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്ന നിലക്കാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ചോദിച്ചു, നിന്റെ സമ്പത്തൊക്കെ നീ എന്ത് ചെയ്തു? നാം പകുതിയും പകുതിയായിട്ട് ഓഹരി ചെയ്തതല്ലേ? ഇദ്ദേഹം ഉള്ളതൊക്കെ പറഞ്ഞു, ഞാന് ഇങ്ങനെയാണ് ചെയ്തത്. എന്നാൽ നീ സ്വതക്ക ചെയ്തിട്ട് ഒക്കെ ചെലവഴിച്ചില്ലേ? അതുകൊണ്ട് പോയിക്കോ, ഞാൻ നിനക്ക് ഒന്നും തരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആട്ടിവിട്ടു. ഇതും ഒരു പരീക്ഷണമായിരുന്നു. ഇങ്ങനെയുള്ള രണ്ട് സഹോദരന്മാർ ബനു ഇസ്രായേലിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ രണ്ട് സഹോദരന്മാരോടാണ് ഇന്നത്തെ ഈ രണ്ട് സഹോദരന്മാരെ അള്ളാഹു ഉപമിച്ചുകൊണ്ട് പറയുന്നത്. അതാണ് وَاضْرِبْ لَهُم مَّثَلَ الرَّجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ وَجَعَلْنَا بَيْنَهُمَا زَرْعًا. വളിരിബ് ലഹും, ആ ജനങ്ങൾക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. റജുലൈനി, രണ്ടാളുകളെ സംബന്ധിച്ച്. ബനു ഇസ്രായേലിൽ രണ്ടാൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ രണ്ടാൾക്കാരുടെ ചരിത്രം ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഇപ്പൊ ഈ രണ്ട് സഹോദരന്മാരും അല്ലാത്തവരും അത് കേൾക്കട്ടെ. ജാൽനാലി അഹദിഹിമ, രണ്ടിൽ നിന്നുള്ള ഒരാൾക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് ജന്നത്തൈനി, ഒരു തോട്ടമല്ല രണ്ട് തോട്ടത്തെ നൽകി. മിൻ നാനാബിൻ, മുന്തിരിവള്ളിയാലുള്ള രണ്ട് തോട്ടങ്ങളായിരുന്നു. സമൃദ്ധമായിട്ട് മുന്തിരി കായ്ക്കുന്ന നല്ല രണ്ട് തോട്ടങ്ങൾ നൽകി. വഹഫഫ്നാഹുമ, ആ രണ്ട് തോട്ടങ്ങളെ ഞാൻ ചുറ്റി. ബിൻ നഖ്ലിൻ, ഈന്തപ്പന കൊണ്ട്. വജഅൽനാ ബൈനഹുമ, അത് രണ്ടിന്റെയും ഇടയിൽ നാം ആക്കി. സിർഅൻ, മറ്റു കൃഷികളെയും ആക്കി. ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, രണ്ട് മുന്തിരിത്തോട്ടം, സമൃദ്ധമായിട്ട് മുന്തിരി കായ്ക്കുന്ന രണ്ട് തോട്ടങ്ങൾ. മുന്തിരിത്തോട്ടത്തിന് കാറ്റ് പലപ്പോഴും പ്രതികൂലമായിട്ട് ഭവിക്കാറുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ അതിൻ്റെ ചുറ്റുഭാഗത്ത് നല്ല ഈത്തപ്പനകൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ വലിയ കാറ്റ് വരുമ്പോൾ അതിലേക്ക് അടിക്കും. ഈ മുന്തിരിവള്ളികൾക്ക് അത് ഏശുകയില്ല. അതിന് പുറമെ മറ്റു പല കൃഷികളും ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു. ഇദ്ദേഹത്തിന്റെ സൗകര്യം എത്രയാണ്? വളരെയേറെ സൗകര്യമാണ്. അങ്ങനെ ആ സൗകര്യത്തിലായിട്ട് അയാൾ കഴിഞ്ഞുകൂടുന്നു. കിൽതൽ ജന്നതൈനി ആതത്ഹു കുലഹാ വലം തളിം മിൻഹു ശൈആ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ. കിൽതൽ ജന്നതൈനി, ആ രണ്ട് തോട്ടങ്ങൾ. ആതത്ത്, അത് കൊണ്ടുവന്നിരിക്കുന്നു. ഉക്കുലഹ, അതിന്റെ പഴങ്ങളെ. വലം തളിം മിൻഹു, ആ പഴത്തിൽ നിന്ന് ആ തോട്ടം കുറച്ചിട്ടില്ല. ഒരൽപ്പം പോലും. സമൃദ്ധമായിട്ട് അത് കായ്ക്കുന്നുണ്ട്. നല്ല വിളവാണ്. ഒരൽപ്പം പോലും കുറവ് വരുന്നില്ല. ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തോട്ടങ്ങൾ. മറ്റൊരു സൗകര്യം കേൾക്കണമോ? ഫജ്ജർന ഖിലാലഹുമ, ആ രണ്ട് തോട്ടങ്ങൾക്കിടയിൽ നാം ഒഴുക്കിയിരിക്കുന്നു നെഹ്റൻ, ഒരു നദിയെ. ആ തോട്ടത്തിലേക്കും നനക്കാൻ പറ്റും, ഈ തോട്ടത്തിലേക്കും നനക്കാൻ പറ്റും. ഇനി നനച്ചില്ലെങ്കിൽ തന്നെ ഇതിന്റെ കുളിരും തണുപ്പുമൊക്കെ ആ രണ്ട് തോട്ടങ്ങൾക്ക് എത്തും. ആ നിലക്ക് ആ രണ്ട് തോട്ടങ്ങൾക്കിടയിൽ നല്ലൊരു ചാല്, ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വക്കാന ലഹു സമറുൻ ഫഖാല ലിസ്വാഹിബിഹി വഹുവ യുഹാവിറുഹു അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ. വക്കാന ലഹു, അവനുണ്ട്. സമറുൻ, ഇതല്ലാത്ത മറ്റ് പഴങ്ങളുമുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിന് പുറമെ മറ്റ് പല വിധത്തിലുള്ള വരുമാനങ്ങളും അവനുണ്ട്. ഇങ്ങനെയുള്ള ഇവൻ, അവന് മറ്റൊരു കൂട്ടുകാരനുണ്ട്. അവന്റെ വർത്താനം കേൾക്കണോ? അവൻ വളരെ പാവപ്പെട്ടവനാണ്. ഇപ്പൊ കാല, ഇവൻ പറയുന്നു ലി സ്വാഹിബിഹി, അവന്റെ കൂട്ടുകാരനായ ആ സാധു മനുഷ്യനോട് പറയുന്നു. വഹുവ യുഹാബിറുഹു, അവൻ ഇവനുമായിട്ട്, ആ സാധു മനുഷ്യനോട് ഇവൻ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്, അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ കഴിവും പ്രതാപവും ഒക്കെ പറഞ്ഞിട്ട് മറ്റവനെ ഇടിച്ചു താഴ്ത്തുകയാണ്. അങ്ങനെ അവൻ പറഞ്ഞു, അന അക്സറു മിൻക, ഞാൻ നിന്നേക്കാൾ അധികരിച്ചവനാകുന്നു. മാലൻ, സമ്പത്തിനാൽ, എൻ്റെ സമ്പത്താണ് ഈ കാണുന്നതൊക്കെ. എന്നും എന്നും കായ്ക്കനി നൽകുന്ന ഈ നല്ല മുന്തിരിത്തോട്ടവും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഈത്തപ്പനത്തോട്ടവും ഇതിൻ്റെ ഇടയിലുള്ള മറ്റു പല കൃഷികളും
ഇതിനൊക്കെ പുറമെ എനിക്ക് മറ്റു വരുമാനത്തിന്റെ വലമാർഗങ്ങളുമുണ്ട്. ഇതൊക്കെ ചേർത്താൽ ഞാൻ നിന്നിലേക്ക് ചേർത്താൽ വളരെയേറെ അധികരിച്ചവനാകുന്നു മാലൻ, സമ്പത്തിനാൽ. അഅ്സു ഞാൻ ഏറ്റവും പ്രതാപമുള്ളവനാകുന്നു നഫറൻ, ജനസ്വാധീനത്താൽ. എനിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതാപവും സ്ഥാനവും ഒക്കെയുണ്ട്. ഇതൊന്നും ഇല്ലാത്തവനാണല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ മറ്റാളെങ്ങനെ ഇടിച്ചു താഴ്ത്തും, പരിഹസിക്കും. ഇങ്ങനെ പതിവായിരുന്നു. ഇതേ ക്രമത്തിലാണല്ലോ നേരത്തെ ബനൂ ഇസ്രായേൽ കാണിച്ചതും. അവസാനം എന്ത് സംഭവിക്കുന്നു, ഇനി എന്ത് സംഭവിക്കുന്നു, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അർഹമുർ-റാഹിമായ അള്ളാഹു അവന്റെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നന്മ നൽകിക്കൊണ്ട്, കൂടുതൽ അനുഗ്രഹം നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്ന സമയത്ത് അതിനൊക്കെ ശുക്ർ രേഖപ്പെടുത്താനും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ക്ഷമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.